എനിക്ക് ദേഷ്യം വന്നിട്ട് മേല. ഇതുപോലെ ദേഷ്യം കൊണ്ട് തുള്ളുന്നവരാണോ നിങ്ങൾ? ഇതുപോലെ ആങ്കർ ഇഷ്യൂസ് ഉള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ വല്ലവരും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. ഇതിനു വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ശശാങ്കാസന. ഈ യോഗ പോസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ വജ്രാസനത്തിലിരിക്കണം. ഓക്കെ, നമ്മുടെ ബാക്കും ഹെഡും ഒക്കെ ഒരേ ലെവലിൽ സ്ട്രെയിറ്റ് ആക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇൻഹേൽ, എക്സേൽ. ഓക്കെ, എന്നിട്ട് ഇൻഹേൽ ചെയ്തുകൊണ്ട് കൈ മേളോട്ട് പൊക്കണം. എന്നിട്ട് എക്സേൽ ചെയ്തുകൊണ്ട് താഴോട്ട് ഇങ്ങനെ മെല്ലെ വരണം. എന്നിട്ട് നമ്മുടെ നെറ്റി തറയിൽ മുട്ടിക്കാൻ നോക്കണം. കൈ ചെറുതായിട്ട് നമുക്ക് നമ്മുടെ ആംസ് ഫോൾഡ് ചെയ്ത് വെക്കാം. കുറച്ച് നേരം നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഡീപ്പായിട്ട് റിലാക്സ് ചെയ്യുക. ഇൻഹേൽ, ഡീപ്പായിട്ട് ഇൻഹേൽ ആൻഡ് എക്സേൽ. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ഈ പൊസിഷനിലോട്ട് വരുമ്പം നമ്മൾ എക്സേൽ ചെയ്തുകൊണ്ടായിരുന്നു വരുന്നത് കേട്ടോ. എന്നിട്ട് ആ ഒരു പൊസിഷനിൽ കുറച്ച് നേരം നമ്മൾ ഇൻഹേൽ ആൻഡ് എക്സേൽ ചെയ്യുക. ഇതിൻ്റെ തന്നെ സെക്കൻഡ് വേരിയേഷൻ ആണ്. നമ്മൾ കൈ രണ്ടും പുറകിലോട്ട് കൊണ്ടുപോയി ഇങ്ങനെ ക്ലാസ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഇൻഹേൽ ചെയ്യുക. എന്നിട്ട് എക്സേൽ ചെയ്തുകൊണ്ട് താഴോട്ട് വരണം, നമ്മുടെ നെറ്റി നിലത്ത് മുട്ടിക്കുന്ന രീതിയിൽ. ഈ യോഗ പോസിൻ്റെ ബെനിഫിറ്റ് കേട്ടാണുണ്ടല്ലോ നിങ്ങൾ ഞെട്ടിപ്പോവും. ഇത് നമ്മുടെ ബാക്ക് പ്രോബ്ലംസിന് നല്ലതാണ്, നമ്മുടെ ഷിയാറ്റിക് നെർവ്സിനും പെൽവിക് മസിൽസിനും നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡിസ്കിന് നല്ലതാണ്. ഓക്കെ, അതിൻ്റെ ഒരു പൊസിഷൻ കറക്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിന് നല്ലതാണ്. അതേപോലെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കും ഇത് ഹെൽപ്ഫുള്ളാണ്, കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പോരാതെ ഈ ഒരു വേരിയേഷൻ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ കാണിച്ച വേരിയേഷൻ നമ്മുടെ ബാക്കിനും നെക്ക് സ്റ്റിഫ്നെസ്സിനും നല്ലതാണ്. ഓക്കെ, ഇതിപ്പം മൂന്നാമത്തെ വേരിയേഷൻ ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. നമ്മൾ കൈ രണ്ടും ചുരുട്ടി പിടിച്ചിട്ട് നമ്മുടെ വയറിൽ ലോവർ എബ്ഡോമനിൽ വേണം നമ്മൾ അമക്കാൻ. ഓക്കെ, എന്നിട്ട് ഇൻഹേൽ ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുട്ടി ചുരുട്ടി പിടിച്ച് നമ്മുടെ വയറിൽ പ്രഷർ കൊടുത്തിട്ട് ലോവർ എബ്ഡോമനിൽ പ്രഷർ കൊടുത്തിട്ട് ഇൻഹേൽ ചെയ്യുക. ദെൻ എക്സേൽ ചെയ്തുകൊണ്ട് വേണം നമ്മൾ നെറ്റി താഴെ മുട്ടിക്കാൻ. ഈ ഒരു വേരിയേഷൻ ഉണ്ടല്ലോ നമ്മുടെ ഇൻറ്റസ്റ്റൈനും അതേപോലെ ഡൈജസ്റ്റീവ് ഓർഗൻസിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വളരെ നല്ലതാണ്. അതേപോലെ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ, അതേപോലെ നമുക്ക് ഒരുപാട് ഗ്യാസിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു റിലീവ് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു പോസ്, ഈ ഒരു വേരിയേഷൻ ഓഫ് ശശാങ്കാസന വളരെ വളരെ നല്ലതാണ്. നെറ്റി നേരെ താഴെ മുട്ടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സിമ്പിളായിട്ടുള്ള ഒരു വേരിയേഷൻ ഉണ്ട്. കൈ രണ്ടും ചുരുട്ടി പിടിച്ച് ഇങ്ങനെ ഒന്നിൻ്റെ മേളിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് നെറ്റി അതേ മുട്ടിച്ച് വെക്കുക. ഓക്കെ, ഇത് സിമ്പിളായിട്ടുള്ളൊരു വേരിയേഷനാണ്. ചെയ്യാൻ പറ്റാത്തവർക്ക് ശ്രദ്ധിക്കുക. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ, സ്ലിപ്ഡ് ഡിസ്ക് ഉള്ളവർ, അല്ലെങ്കിൽ വെർട്ടിഗോയുടെ അസുഖമുള്ളവർ ഇത് ചെയ്യാതിരിക്കുക. ഓക്കെ, ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യണം കേട്ടോ.